എൻ്റെ വീട്ടിലോ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലോ ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടല്ല ഞാൻ ഈ തീരുമാനം എടുത്തത്. വളരെ സമാധാനത്തോടെ ഇരുന്ന് ചിന്തിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഒരു കുഞ്ഞു വേണ്ടേ, രണ്ട് കുഞ്ഞു വേണ്ടേ, മൂന്ന് കുഞ്ഞു വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരൊന്നും ചോദിക്കുന്ന സമയത്തല്ലാതെ പിന്നെ അവരെ നമ്മൾക്ക് കാണാൻ കിട്ടത്തില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ കൈ മാത്രമാണ്. വേറെ ആരും ആ ലൈഫിൽ ഇൻക്ലൂഡ് ആവില്ല. കാര്യം അവർക്ക് അവരുടെ ലൈഫുണ്ട്. അവർക്ക് പറയാനേ കഴിയുള്ളൂ, പ്രവർത്തിക്കാൻ കഴിയില്ല. സ്ത്രീകളോടും രണ്ടാമത് കുഞ്ഞുങ്ങളെ നോക്കാൻ പോകുന്നവരോടുമാണ് കേട്ടോ പറയുന്നത്. കുഞ്ഞിന് 3 വയസ്സായല്ലോ, സ്കൂളിൽ പോകാൻ സമയമായല്ലോ, രണ്ടാമതൊരു കുഞ്ഞിനെ നോക്കാനുള്ള സമയമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം കേൾക്കുന്നവരാണ് നമ്മളൊക്കെ. അവരിങ്ങനെ പറയുന്നല്ലോ, എന്നെ ഫോഴ്സ് ചെയ്യുന്നല്ലോ, അപ്പൊ പിന്നെ നോക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് പെട്ടെന്ന് തന്നെ നോക്കുന്നവരും അങ്ങനൊക്കെ പല ആളുകളും ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിനെ നോക്കുന്നതിന് മുന്നേ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആദ്യത്തെ ഒരു കുഞ്ഞ് വന്നതിന് ശേഷം രണ്ടാമതൊരു കുഞ്ഞിനെയും കൂടെ നോക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വേണം രണ്ടാമതൊരു കുഞ്ഞിനെയും കൂടെ ആലോചിക്കാനായിട്ട്. കാര്യം നമ്മൾ നല്ല ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്തൊരു കുഞ്ഞിനെയും കൂടെ ആ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുവരണോ വേണ്ട എന്നുള്ളത് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി സ്ത്രീകളുടെ ആരോഗ്യം വെച്ചിട്ടാണെങ്കിലും ആദ്യത്തെ പ്രസവത്തിന് ശേഷം തീരെ വയ്യാതെ വന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. റിക്കവർ ആകാൻ പറ്റാത്തതും ചില ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാത്ത രീതിയിൽ വന്നിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. പ്രശ്നത്തിന് മേലെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആവരുത് രണ്ടാമതൊരു കുഞ്ഞിനെ കൺസീവ് ചെയ്യുകയും ഡെലിവറിയും ചെയ്യുന്നത്. കാര്യം കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കേണ്ടതെല്ലാം നമ്മൾ തന്നെയാണ്. ആദ്യം കുറച്ച് നാളുകൾ മാത്രം നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ്, ബാക്കി മൊത്തം നമ്മളായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞിന്റെ വളർച്ചയ്ക്കും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞിനെയും നോക്കാൻ കഴിയില്ല, രണ്ടാമത്തെ കുട്ടിയെയും നോക്കാൻ കഴിയില്ല. മൂന്നാമത്തെ കാര്യം ഏജ് ഗ്യാപ്പ് ആണ്. ചിലർ പറയും നല്ല ഏജ് ഗ്യാപ്പ് ഉള്ളതാണ് നല്ലതെന്ന്. ചിലർ പറയും ഏജ് ഗ്യാപ്പ് തീരെ ഇല്ലാതെ ആവുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വളർന്നോളൂ എന്നൊക്കെ. അതെല്ലാം തന്നെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ചില സ്ത്രീകൾ ആദ്യം ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം ജോലിക്ക് പോയി തുടങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് കൺസീവ് ആയ അടുത്ത കുഞ്ഞ്. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ ജോലി വീണ്ടും അവർക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ചിലർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും, എന്നാൽ ചില ഇടങ്ങളിലെ കേസൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല. കാര്യം എപ്പോഴാണ് ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരുന്നതെന്നും ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചില കേസുകൾ ജോലിക്ക് പോകണ്ട, കുഞ്ഞുങ്ങളെ തന്നെ ഞാൻ നോക്കിക്കോളാം, എന്റെ കരിയർ ഒന്നും ഞാൻ ഇനിയിപ്പോൾ അതിനെ വകവെക്കുന്നില്ല, എനിക്ക് എന്റെ മക്കളാണ് വലുത് എന്നൊക്കെ ചിന്തിക്കുന്നവർ ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യരുത്. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്റെ കരിയർ ഉപേക്ഷിച്ചു. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ പക്വമായ രീതിയിൽ കാമായിട്ടിരുന്ന് ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്നവരും കുഞ്ഞു വേണ്ടേന്ന് ചോദിക്കുന്നവരും ഒരു കുഞ്ഞു വേണ്ടേ, രണ്ട് കുഞ്ഞു വേണ്ടേ, മൂന്ന് കുഞ്ഞു വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നവരൊന്നും ചോദിക്കുന്ന സമയത്തല്ലാതെ പിന്നെ അവരെ നമ്മൾക്ക് കാണാൻ കിട്ടത്തില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ കൈ മാത്രമാണ്. വേറെ ആരും ആ ലൈഫിൽ ഇൻക്ലൂഡ് ആവില്ല. കാര്യം അവർക്ക് അവരുടെ ലൈഫുണ്ട്. അവർക്ക് പറയാനേ കഴിയുള്ളൂ, പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രവർത്തിക്കേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഉറക്കം, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ, നമ്മൾക്ക് ആരുണ്ട് സപ്പോർട്ട്, ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ എടുത്ത് ചാടി ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചെടുത്ത് തീരുമാനിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹസ്ബൻഡിനെയോ ഹസ്ബൻഡിന്റെ വീട്ടുകാരെയോ സ്വന്തം വീട്ടുകാരെയോ ബ്ലെയിം ചെയ്യാതിരിക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ എടുത്ത ഡിസിഷൻ ആണത്. അങ്ങനെ എല്ലാവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് അത് നിങ്ങളുടെ ബ്രെയിനിലൂടെ വർക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഗുണമുണ്ടാക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ.